അല്ല ഫ്ലൈവിലേഴ്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്ന പുതിയ ഒരു വണ്ടിയാണ്. പുതിയ നല്ലൊരു ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അതാണ് പുതിയ ഹ്യുണ്ടായി ആൽക്കസാർ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് അന്ന് കൊണ്ടുവരാൻ പറ്റിയിരുന്ന പ്ലാന്റ് വിസിറ്റ് ഉണ്ടായിരുന്നു. അന്ന് ശ്രീകാന്തിനെ പോകാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ശ്രീകാന്ത് ചെയ്തിരുന്ന വീഡിയോ മലയാളത്തിലല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് ഫസ്റ്റ് ലുക്ക് ചെയ്യാം. ഇന്നിപ്പോൾ വണ്ടി ലോഞ്ച് ചെയ്യണം. എന്തായാലും പ്രൈസ് ഇപ്പം ഞാൻ പറയുമ്പം എനിക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് കിട്ടിയിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഇത് ഫേസ് ലിഫ്റ്റ് വന്നിരിക്കുന്നത് ഹ്യുണ്ടായി ആൽക്കസാറാണ്. 6 സീറ്ററും 7 സീറ്ററും ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നോക്കാം. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. ഹ്യുണ്ടായുടെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള SUV മോഡലാണ് ക്രെറ്റ. ക്രെറ്റയിലൂടെ ഒരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്തായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റയാണ് ഇപ്പം മാർക്കറ്റിൽ. അതിൻ്റെ ഫേസ് ലിഫ്റ്റും ആണുള്ളത്. ആ സെക്കൻഡ് ജനറേഷൻ ക്രെറ്റ വന്നപ്പം അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഒരു 6-7 സീറ്റർ മോഡലാണ് ആൽക്കസാർ. അന്ന് ക്രെറ്റ വന്നപ്പോൾ ക്രെറ്റ എന്നുള്ള കുറച്ച് ഡിഫറൻസ് ആൽക്കസാറിൽ ഉണ്ടായിരുന്നെങ്കിലും മേജറായിട്ടുള്ള ചേഞ്ച് ഉണ്ടായിരുന്നില്ല ലുക്സിൽ. പക്ഷേ ലെങ്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്പേസും കൂടി, സീറ്റിൻ്റെ എണ്ണമെല്ലാം കൂടിയുണ്ട്. ഇതിപ്പം ഫേസ് ലിഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആൽക്കസാറാണ്. നമുക്കറിയാം ക്രെറ്റയിൽ തന്നെ ഫേസ് ലിഫ്റ്റ് നല്ല ചേഞ്ച് ആയിരുന്നു കൊണ്ടുവന്നത്. ഇപ്പോൾ ഇത് ആൽക്കസാറിലും ആ ചേഞ്ച് നമുക്ക് കാണാം, പ്രത്യേകിച്ച് ഫ്രണ്ടിലും റിയറിലും. അപ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ചേഞ്ചും ആ ഒരു വന്നിരിക്കുന്ന ഡിഫറൻസിലുണ്ടായിരുന്ന ഈ ഒരു ചേഞ്ചിലൂടെ വന്നിരിക്കുന്ന ഡിഫറൻസും എത്രത്തോളം നമുക്ക് ഇൻറ്റീരിയറിൽ മാറി എന്നെല്ലാം നോക്കാം. ആൽക്കസാറിനാണ് ഹ്യുണ്ടായി കോമ്പീറ്റ് ചെയ്യുന്ന വലിയൊരു സെഗ്മെൻറ്റാണ്. ഇതിൻ്റെ ഡയറക്റ്റ് ഒരു സിസ്റ്റർ ബ്രാൻഡായിട്ടുള്ള കിയൽ പോലുണ്ടായിരുന്ന MPV സ്റ്റൈലിങ്ങിലുള്ള 6-7 സീറ്ററാണ്. പക്ഷേ ആൽക്കസാറിൽ അവർ SUV സ്റ്റൈലാണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു പോസിറ്റീവ് എലമെൻ്റ് ആയിരുന്നു. എങ്കിലും നമുക്കിപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്ന് റിഫ്രഷ് ആകുമ്പം എന്തൊക്കെ ചേഞ്ച് എന്നുള്ളത് നോക്കാം. ഹ്യുണ്ടായി ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ കുറച്ചുകൂടി ഒരു ഗ്ലോബൽ ഒരു അപ്രോച്ചിലേക്കാണ് പോയത് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഐഡൻറ്റിറ്റിയാണ്, എച്ച് എന്നുള്ള ഐഡൻറ്റിറ്റി. അതും കണക്ട് ചെയ്തിട്ടുള്ള DRലും. ഈ ഒരു എച്ച് എന്നുള്ള DRൽ നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്നത് പുതിയ സാന്റാഫേയിലായിരുന്നു ഇൻ്റർനാഷണലി. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് മറ്റുള്ള മോഡൽ കണ്ടിരുന്നു, അത് നമുക്ക് വെന്യൂലെല്ലാം കണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു ഐഡൻറ്റിറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ഫേസ് കംപ്ലീറ്റ്ലി മാറി. നമ്മൾ ക്രെറ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രെറ്റയിൽ 2 ബ്ലോക്ക് ആയിട്ടുള്ള ഒരു എലമെൻറ്റാണ് DRൽ വന്നെങ്കിൽ ഈ ഒരു എച്ച് എലമെൻറ്റ് ഇപ്പോൾ ഇതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും കണ്ടുന്ന എക്സ്റ്ററിലുമായിരുന്നു. അപ്പോൾ അതേതായാലും നമുക്ക് ഇതിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി എനിക്ക് തോന്നും ഇത് കുറച്ചുകൂടി ഒരു പ്രോമിനൻസ് ഫീൽ ഉണ്ട്, നല്ല ബ്രൈറ്റായി നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഫുള്ള് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഗ്രില്ലിൻ്റെ പാറ്റേൺ നമുക്ക് കാണാം, കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ഗ്രിൽ പാറ്റേൺ ആണുള്ളത്. അതിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതിൽ ഡിമ്മും ഹൈ ബീമും ലോ ബീമും ഇവിടെ തന്നെ കാണാം. താഴെ ബമ്പറിൻ്റെ മേലെ വലിയൊരു സിൽവർ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു SUV ക്യാരക്ടർ വന്നിട്ടുണ്ട്. അവിടെയും എയർ വെൻറ്റ് ഉണ്ട്. ഇത് നല്ലൊരു അട്രാക്റ്റീവ് ഗ്രീനാണ്. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ലോങ് ടേമർ നമ്മളൊന്ന് സ്വാപ്പ് ചെയ്ത് വിവേകായിട്ട് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഗ്രീനാണ്. ഈ ഗ്രീൻ ഡെയിലി കാണുമ്പോൾ പക്ഷേ നല്ല രസം തോന്നുന്നുണ്ട്, എംബ്രോയിഡറി ഗ്രീൻ ഫീൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീനിന് ഇപ്പോൾ ഒരു ഹൈലൈറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. സൈഡിലേക്ക് വരുമ്പോൾ മേജർലി വന്നിരിക്കുന്ന ഡിഫറൻസ് വീലിനാണ്. ഈ വീലിൻ്റെ ഡിസൈനും ഒരു ഡയമണ്ട് കട്ടാണ്, അട്രാക്റ്റീവാണ്, 18 ഇഞ്ചാണ്. നല്ല രസമുണ്ട്. ബ്ലാക്കും സിൽവറും ആ ഒരു ക്രോമും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഫിനിഷ് വരുമ്പോൾ അത്യാവശ്യം പ്രൊഫൈലുള്ള ടയറാണ്. 215/55 ടയറാണ്. റൈഡിന് ഗുണം ചെയ്യുന്നുണ്ട്. സൈഡിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇവിടെ വലിയൊരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. ഈ റൂഫ് റെയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു SUV ക്യാരക്ടർ, ബേസിക്കലി ഒരു ക്യാമ്പിംഗ് വെഹിക്കിൾ. ഇതിൻ്റെ മേലെ നമുക്കൊരു ടെൻറ്റ് വയ്ക്കാനോ അല്ലെങ്കിൽ റൂഫ് കാരിയർ വയ്ക്കാനോ എല്ലാം പറ്റാവുന്ന രീതിയിലുള്ള റൂഫ് റെയിലാണ് വന്നിരിക്കുന്നത്. സൈഡിൽ വലിയ മാറ്റമില്ലെങ്കിലും ആ ഒരു എലമെൻറ്റ് SUV ക്യാരക്ടർ നിൽക്കുന്നുണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കോട്ടർ ഗ്ലാസ് ആണ് സീ പില്ലർ കഴിഞ്ഞുള്ള. സീ പില്ലറിന് വരെ ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തു. ആ റിയറിലേക്ക് നിൽക്കുന്നുണ്ട്. ഈ ഒരു ലൈൻസ് എല്ലാം തന്നെ പഴയ ക്രെറ്റയിൽ നിന്നും വന്നിട്ടുള്ള ലൈനായിരുന്നു. അത് നമ്മൾ ആൽക്കസാറിൽ കൊണ്ട് അത് തന്നെ ക്യാരി ചെയ്തിട്ടുള്ളത്. ഇനി റിയറിലാണ് മാറ്റുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും ആ ഡിഫറൻസ് കാണാം. എഗെയിൻ ഹ്യുണ്ടായുടെ ഒരു എച്ച് എലമെൻറ്റാണ് ഇതിലുള്ളത്. ബേസിക്കലി ഈ ഒരു എച്ച് 2 ലൈനും ഇതും. ഇപ്പോൾ ഹാനി എന്നുള്ള എച്ച് എനിക്ക് പണ്ട് മുതലേ എച്ചിൽ പല പരീക്ഷണങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷണവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസിനുള്ളിൽ കൊടുത്തിട്ട് ആൽക്കസാർ എന്നുള്ള ലോഗോ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതും ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ അല്ലെങ്കിൽ ഗ്ലോബൽ ഫീലാണ് ലഭിക്കുന്നത്. താഴെ വരുമ്പം ഈ ക്ലാഡിങ്ങും സിൽവർ ക്ലാഡിങ് വന്നത് തന്നെ കുറച്ച് ബോൾഡായിട്ടാണ്. പ്രോപ്പർ ഒരു SUV ക്യാരക്ടർ ഉണ്ട്. അതിൽ തന്നെ ഒരു സൈഡിൽ ഡബിൾ എക്സോസ്റ്റ് ആയി നിൽക്കുന്നുണ്ട്. ഒരു സൈഡിലേക്കുള്ള ആകെ 4 സിലിണ്ടറേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലേക്കുള്ള എക്സോസ്റ്റേ ഉള്ളൂ. സിഗ്നേച്ചർ എന്നുള്ള ലോഗോ കാണാം. ആ വേരിയൻസിനെ കുറിച്ചുള്ള നമുക്ക് ലോഞ്ചിൽ അറിയുള്ളൂ. എന്തായാലും ആ വേരിയൻസ് ഡീറ്റെയിൽസ് നമ്മൾ ഉടനെ ഡ്രൈവ് കൊണ്ടുവരുന്നുണ്ടാവും. 13th 14th ആണ് എൻ്റെ ഡ്രൈവ് ഓപ്ഷൻ. എന്താണ് എംബാർഗോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഏതായാലും നമുക്ക് ലോഞ്ച് കഴിഞ്ഞിട്ട് പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യും. എന്തായാലും ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ എക്സ്റ്റീരിയറിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റം എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റിൽ പറയാം. എനിക്ക് ഏതായാലും മുമ്പത്തേക്കാൾ ഇഷ്ടപ്പെട്ടു. മുമ്പുള്ള ആൽക്കസാറിന് ഒരു ശരിക്കൊരു ബോറിംഗ് ആയി തോന്നിയ സമയത്താണ് ഈ ചേഞ്ച് കൊണ്ടുവന്നത്. അപ്പോൾ റൈറ്റ് ടൈം ടു ബ്രിങ് ദിസ് ചേഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. ഇൻറ്റീരിയറിൽ ഒരുപാട് എലമെൻറ്റ്സ് മാറിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഇൻറ്റീരിയറിൽ കയറിയിട്ട് നോക്കാം. ഇൻറ്റീരിയറിൽ കയറുമ്പോൾ ഫസ്റ്റ് നമുക്ക് പുതിയ ഈ ഫേസ് ലിഫ്റ്റിൽ വന്നിരിക്കുന്ന ക്രെറ്റയിൽ വന്നിരിക്കുന്ന ആ ഇൻറ്റീരിയർ തന്നെയായിട്ട് തോന്നും. മെയിൻലി ഈ 2 സ്പ്ലിറ്റായി നിൽക്കുന്ന സ്ക്രീനുണ്ട്. സ്പ്ലിറ്റല്ല, ഒറ്റ പീസായി നിൽക്കുന്ന സ്ക്രീനുണ്ട്. അതിന് തന്നെ ഒരു കേർവി നേച്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ സെൻട്രിക് ആണ്. അത് നമുക്ക് ഇവിടെയും കാണാം.
ആരോ AC ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവേണ്ട, നമുക്ക് AC കുറയ്ക്കാം. ഓക്കെ. പിന്നെ സീറ്റ് കൂളിംഗ് ഉള്ളതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, അതിവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് ക്രെറ്റയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് സീറ്റിൻ്റെ ആ ഒരു ബട്ടണിൽ കൊടുത്തിരിക്കുന്നത്. എനിവേ സ്റ്റിയറിംഗ് ക്രെറ്റയിൽ കണ്ട പോലെയാണ്. ഇറ്റ്സ് എ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി. നല്ല ലുക്കുള്ള സ്റ്റിയറിംഗ് ആണ്. അതേപോലെ തന്നെ നല്ല പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള സ്റ്റിയറിംഗ്, നല്ല ഹോൾഡിംഗ്. സ്ക്രീനിൽ വന്നിരിക്കുന്ന ഗ്രാഫിക്കും അതുപോലെ തന്നെ ആ ഒരു കളർ തീമെല്ലാം തന്നെ നമുക്ക് പരിചിതമാണ്. ഈ ഒരു സ്ക്രീനും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിചിതമായിട്ടുള്ള സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ യൂസ് ടു ആയിട്ട് വരും പെട്ടെന്ന്. ഇവിടെ താഴെ എയർ വെൻറ്റിൽ വന്ന് ഇത് പക്ക നമ്മൾ ക്രെറ്റയിൽ കണ്ട പോലെയുള്ള നത്തിങ് ടു എക്സ്പ്ലെയിൻ മോർ. സീറ്റിൻ്റെ ഡിസൈനിൽ മാറ്റമുണ്ട്. സീറ്റിൻ്റെ ആ ഒരു ഗ്രാവിങ്ങും എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്. ഒരു കളർ കൊടുത്തിരിക്കും, ടാൻ കളറും ബ്ലാക്കും ചേർന്നിട്ടുള്ള കളറാണ്. റിയർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്. എന്നോട് സൈഡിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റിയർ എന്നുള്ള പേർപ്പസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂളിങ്ങും അതുപോലെ തന്നെ ഹൈറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട്. വലിയൊരു പാനോറമിക് സൺറൂഫ് ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാം. ശരിക്കും ഫുള്ളി ആ റിയർ സീറ്റിൽ തേർഡ് റോ സീറ്റിന് വരെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സൺറൂഫാണ്. ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഒരുപാട് ഹാഷ് ലൈറ്റ് പുറത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന പേർപ്പസ്ഫുൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എല്ലാം തന്നെ നമുക്ക് ഡ്രൈവിൽ നോക്കാം. കാരണം ഇപ്പം തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഡ്രൈവിലൊന്നും പറയണ്ടല്ലോ. ഒന്ന്, രണ്ടാമത് നമ്മളിപ്പോൾ ശരിക്കും വെറുതെ ഇരുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു പോയിന്റിൽ മനസ്സിലാവുക. ഇതെല്ലാം ക്രെറ്റയിൽ കണ്ട പോലെ തന്നെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ക്രെറ്റയിൽ ഞാൻ പറയാൻ കാരണം ക്രെറ്റ ഈസ് മച്ച് ഇംപ്രൂവ്ഡ്. എന്തായിരുന്നു ക്രെറ്റ മുമ്പുള്ളതിനേക്കാളും ഫേസിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. നല്ല ആക്സെപ്റ്റൻസ് ഉണ്ട് മാർക്കറ്റിൽ. ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ക്രെറ്റ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. നോ മേജർ ചേഞ്ചസ് ഫ്രം ക്രെറ്റ, ബട്ട് ഫ്രം വാട്ട് അൽക്കസർ ലോട്ട് ചേഞ്ച്. സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോ സീറ്റ്. സെക്കൻഡ് റോയിൽ കയറുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് സീറ്റ് മൊത്തം പൊക്കി വെച്ചിരിക്കുകയാണ്. റിക്ലൈന് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഓക്കെ, ഇത്ര അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല റിക്ലൈനിങ് ഉണ്ട്. എവിടെയും കാണിച്ചു തരാം. ഇത്രയും റിക്ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഇപ്പം 7 സീറ്ററാണ്. സെൻട്രൽ സ്പ്ലിറ്റ് സീറ്റ് ഓപ്ഷനുള്ള മോഡലുണ്ട്. ഇത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 6 സീറ്ററാണ്. ഐ തിങ്ക് ദിസ് വെരി പ്രാക്ടിക്കൽ ആയിരുന്നു. 3 പേർക്ക് ഇരിക്കുക, ഒരു കുട്ടിക്കും 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അതിൻ്റെ മേലെ നമുക്ക് കിട്ടുന്ന ഈ കുഷ്യൻ, ലൈക്ക് ഈ കുഷ്യൻ ശരിക്കും ഒരു പ്രീമിയം ഫീലാണ്. നമ്മൾ എസ് ക്ലാസ്സിലാണ് ഫസ്റ്റ് കണ്ടു തുടങ്ങി. ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രീമിയം കാറിലുണ്ട്. അത് ഇപ്പം നമുക്കറിയാം എൻ്റെ സോണറ്റിലുണ്ട്, ഹ്യുണ്ടായി വെഹിക്കിളുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പ്രാക്ടിക്കലി ഉപയോഗിക്കാവുന്ന ഫീലാണ്, പ്രാക്ടിക്കലി ഉപയോഗിക്കാവുന്ന ഒരു എലമെൻറ്റാണ്. അത്ര പ്രീമിയത്തിൽ നിന്നും സാധാരണ ആൾക്കാർക്ക് കൊണ്ടുവന്ന നല്ലൊരു ഫാക്ടറാണ്. പിന്നെ ഇവിടെ 2 ടേബിൾ വരുന്നുണ്ട്, ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വേറെ സംഗതിയുള്ള ഐപാഡെല്ലാം വയ്ക്കാം. കപ്പ് ഹോൾഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ ഐപാഡെല്ലാം ഇവിടെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഹോൾഡ് കിട്ടുന്നുണ്ട്. അത് ഇവിടെയും നമുക്ക് കാണാം. സെയിം തിങ്. അത് തുറന്ന് വെച്ചാണ്, അടയ്ക്കാതെ പൂട്ടിയതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ സീറ്റ്, റിയറിൽ നിന്ന് തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത്രയും സ്പേസ് ലഭിക്കും. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് റിയർ സീറ്റിലിരുന്ന് പോകണമാണ് മുതലാളിമാർ. അപ്പോൾ അതുകൊണ്ട് റിയർ സീറ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആക്കാൻ പറ്റും. ഇനിയിപ്പം ഫുള്ള് റിക്ലൈനിലും ചെയ്യാം. ഇത്രയെല്ലാം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാറില്ല. കാരണം ഡ്രൈവർക്ക് വ്യൂ ഒന്നും കട്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഇത്രയാക്കി വയ്ക്കാം. ഇനി റിയർ സീറ്റിൽ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് ആക്കി വയ്ക്കാൻ പറ്റും. എന്നിട്ട് തേർഡ് റോയിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സെക്കൻഡ് റോ ആണ് ശരിക്കും ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പലർക്കും. ആ സീറ്റ് വളരെ സ്പേഷ്യസ് ആയിട്ടുണ്ട്. പിന്നെ തേർഡ് റോ ഇപ്പോൾ ഇത്രയാക്കി വെച്ചിട്ട് ഈ ഒരു സ്പേസ് നമുക്ക് കാണാം. ഞാൻ മുമ്പ് അൽക്കസറിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ ആളുകൾക്ക് ഒന്ന് കഷ്ടിയിരിക്കാം. കാരണം നമുക്ക് ചെറിയൊരു കമ്മ്യൂട്ടറിലാണെങ്കിൽ ഇരിക്കാൻ പറ്റും. ആ സ്പേസിൽ മാറ്റമൊന്നും വന്നില്ല. സീറ്റ് ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റിച്ചിലെല്ലാം. പിന്നെ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും. അതിനുള്ള കപ്പ് ഹോൾഡർ ഉണ്ട്, AC വെൻ്റ് ഉണ്ട്, ഈവൻ USB-C ചാർജർ ഉണ്ട്. എന്തെങ്കിലും നമുക്ക് അറിയാം കുട്ടികൾക്ക് ഇപ്പം ഐപാഡും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടി വരും. സ്മാർട്ടായിട്ടുള്ളൊരു ഫീച്ചർ നമുക്ക് കയറുമ്പോൾ പിടിക്കാനുള്ളൊരു എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ ഒരു കോട്ട ഗ്ലാസ് വരുന്നത് ബാക്കിൽ നമുക്ക് കാണാം. അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് കുറച്ച് വ്യൂ എല്ലാം കിട്ടും. എന്നാലും ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ വ്യൂ കട്ടാവും. പക്ഷേ ഡിസൈനിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പാനോറമിക് സൺറൂഫ് ഇവിടെ വരെ നിൽക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഇരുന്ന് കാണിക്കാത്ത വേറെ ഒന്നുണ്ടല്ലോ, നമുക്ക് ഷോർട്ട് ടൈമാണുള്ള വാക്ക് അറൗണ്ടിന്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം. ഇനി എഞ്ചിൻ ഓപ്ഷൻസാണ്. അത് 2 എഞ്ചിൻ ഓപ്ഷൻസാണ് അൽക്കസാറിലുള്ളത്. അതുപോലെ തന്നെ 3 ഗിയർ ബോക്സ് ഓപ്ഷൻ ഉണ്ട്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പെട്രോളിന് 2 ഗിയർ ബോക്സും അതുപോലെ തന്നെ ഡീസൽ 2 ഗിയർ ബോക്സ് ഉണ്ട്. 4 കോമ്പിനേഷൻ വരും പവർ ട്രെയിനിൻ്റെ. അതിപ്പോൾ നമുക്കുള്ളത് 1.5 ലിറ്ററിൻ്റെ തന്നെയാണ് പെട്രോളും ഡീസലും വരുന്നത്. 1.5 ലിറ്റർ ടർബോ ആണ് പെട്രോളുള്ളത്, ഡീസലും ടർബോ CRDI എഞ്ചിനാണ്. പവർ ഔട്ട്പുട്ട് വരുന്ന പെട്രോളിന് 160 PS-ഉം അതുപോലെ തന്നെ 253 Nm ടോർക്കുമാണ്. ഡീസലിന് വരുന്നത് 116 PS-ഉം 250 Nm ടോർക്കുമാണ്. പിന്നെ മാനുവൽ 6 സ്പീഡാണ് രണ്ടിലും വരുന്നത്. ഓട്ടോമാറ്റിക് വരുന്നത് ആക്ച്വലി
ഡീസലിനാണ്, അത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്. 7 സ്പീഡ് DCT ആണ് പെട്രോൾ വരുന്നത്. ഈ ഒരു പവർ കോമ്പിനേഷനുള്ള പവറും ഔട്ട്പുട്ടിനെ കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കുന്നില്ല, നമുക്ക് ഡ്രൈവിൽ പറയാം. എന്തായാലും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോയ്സ് ഉണ്ട്, നമ്മൾ ഏത് ഡ്രൈവാണോ ഏത് നമുക്ക് യൂസേജ് ആണോ അനുസരിച്ച് സെലക്ട് ചെയ്യാം. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ പുതിയ ആൽക്കസാറിൽ കണ്ടിരിക്കുന്ന പവർ ട്രെയിൻ ഓപ്ഷൻസ്. സോ ഇതാണ് പുതിയ ആൽക്കസാറിൻ്റെ ഫസ്റ്റ് ലുക്ക് വാക്ക് അറൗണ്ട്. ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കൂടുതൽ പറയാത്ത കാരണം എനിക്ക് ഡ്രൈവിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന ഇഷ്ടം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എനിക്കറിയില്ല, പക്ഷേ അവിടെ എഴുതി കാണിക്കും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രൈസിൽ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം പ്രൈസും ഈ ചേഞ്ചും അതുപോലെ തന്നെ ഫീച്ചേഴ്സെല്ലാം കണ്ടിട്ട് ഇത് നല്ല ഡീലാണോ, നിങ്ങൾക്കിത് ഓപ്ഷൻ ആയിട്ട് വെക്കുമോ എന്നുള്ള കമൻറ്റിൽ വരെ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. വെയിറ്റ് ഫോർ അവർ റിവ്യൂ, ഇറ്റ് വിൽ ബി കമ്മിങ് സൂൺ. അപ്പോൾ അത് മിസ്സാക്കരുത്. പലരും വാക്ക് അറൗണ്ട് കണ്ട് ഡ്രൈവ് മിസ്സാക്കും. അപ്പോൾ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ ഡ്രൈവിലെ മിസ് കാണാം. സോ അടുത്ത നമ്മൾ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.